വടക്കൻ ഇറ്റലിയിലെ പിഡ്മോണ്ട് പ്രവിശ്യയിലെ ചിയേരി പട്ടണത്തിനടുത്തുള്ള റിവ എന്ന ഗ്രാമത്തിൽ 1842 ഏപ്രിൽ 2-നാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ജനിച്ചത്. ദരിദ്രരും കഠിനാധ്വാനികളും ദൈവഭക്തരുമായിരുന്ന ചാൾസ് ബ്രിജിറ്റ് ദമ്പതികളുടെ 11 മക്കളിൽ രണ്ടാമത്തവനായിരുന്നു വിശുദ്ധന്റെ ജനനം. ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു വിശുദ്ധന്റെ പിതാവായിരുന്ന ചാൾസ്. ഡൊമിനിക് വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ദിവസം തോറും ഏതാണ്ട് 12 മൈലുകളോളം സഞ്ചരിച്ചായിരുന്നു വിശുദ്ധൻ സ്കൂളിൽ പോയിരുന്നത്. തന്റെ കോപത്തിലും മറ്റു വികാരങ്ങളിലും വിശുദ്ധന് അപാരമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഡൊമിനിക് തന്റെ 7-ാമത്തെ വയസ്സിൽ തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു. തന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ദിവസം അടുത്തപ്പോൾ വിശുദ്ധൻ 4 ദൃഢപ്രതിജ്ഞകൾ എഴുതി വെച്ചു. ദൈവം എന്നെ കുമ്പസാരിക്കുവാൻ അനുവദിച്ചിടത്തോളം കാലം ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഞായറാഴ്ചകളും കടപ്പെട്ട അവധി ദിനങ്ങളും ഞാൻ പ്രത്യേകമായി ആചരിക്കും. യേശുവും മറിയവുമായിരിക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല. ഇവയായിരുന്നു ആ തീരുമാനങ്ങൾ. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലന്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയെയാണ് ആ തീരുമാനങ്ങൾ വെളിവാക്കിയത്. ആ തീരുമാനങ്ങൾ കർശനമായി അനുസരിച്ചായിരുന്നു വിശുദ്ധൻ പിന്നീട് ജീവിച്ചത്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോടുള്ള വിശുദ്ധന്റെ ഭക്തിയെ കുറിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഡൊമിനിക്കിന്റെ കിടപ്പുമുറിയിലെ കുട്ടികൾ എല്ലാവരും കൂടി മെയ് മാസത്തിൽ മാതാവിനെ വണങ്ങുവാനായി മാതാവിന്റെ ഒരു ചെറിയ കോവിൽ പണിയുവാൻ തീരുമാനിച്ചു. വിശുദ്ധൻ ഇതിൽ വളരെയേറെ ആവേശഭരിതനായിരുന്നു. എന്നാൽ ഒരു ചില്ലിക്കാശ് പോലും അതിന്റെ നിർമ്മാണത്തിനായി നൽകുവാൻ തന്റെ കയ്യിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ ആരോ തനിക്ക് സമ്മാനമായി നൽകിയ ഒരു പുസ്തകം സംഭാവനയായി നൽകിയിട്ട് പറഞ്ഞു, ഇപ്പോൾ മറിയത്തിനായി ഞാൻ എന്റെ പങ്കും നൽകി. ഈ പുസ്തകം സ്വീകരിക്കുകയും വിൽക്കുകയും ചെയ്യുക. ഈ പ്രവൃത്തി മറ്റു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും അവരും തങ്ങളുടെ കയ്യിലെ പുസ്തകങ്ങൾ സംഭാവനയായി നൽകുകയും ചെയ്തു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് മുൻപായി അതിന്റെ അലങ്കാരപ്പണികൾ തീർക്കുവാൻ തങ്ങൾക്ക് കഴിയുകയില്ലെന്ന് തോന്നിയപ്പോൾ ആ രാത്രി മുഴുവൻ ഉറക്കമുളച്ചുകൊണ്ട് അത് അലങ്കരിച്ചു തീർക്കുവാൻ ഡൊമിനിക് തയ്യാറായി. എന്നാൽ ക്ഷയരോഗത്തെ തുടർന്ന് അവന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മറ്റുള്ള കുട്ടികൾ ഡൊമിനിക്കിനോട് ഉറങ്ങുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നിങ്ങൾ പണിഞ്ഞ് കഴിയുമ്പോൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. മാതാവിനായി നാം പണിയുന്ന കോവിൽ ആദ്യമായി കാണുന്ന ആൾ ഞാനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധൻ ഉറങ്ങുവാൻ പോയത്. ഇതിനോടകം തന്നെ വിശുദ്ധനെ ക്ഷയരോഗം കൂടുതലായി ബാധിച്ചിരുന്നു. ഓരോ ദിവസവും മുന്നോട്ടു പോകും തോറും വിശുദ്ധന്റെ രോഗാവസ്ഥ കൂടുതലായി മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. 1857 തന്റെ 15-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1954 പിയൂസ് 12 ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.